ഈ ലൈബ്രറി തുടങ്ങിയത് 1936-ലാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളൊക്കെ വന്നത് 45-47 കാലങ്ങളിൽ. പക്ഷേ അതിനേക്കാൾ മുൻപ് നമുക്കിവിടെ കൊച്ചിയിൽ ലൈബ്രറി ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നത് ഹാജി കാസിം കൊച്ചിൻവാല എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ സെക്രട്ടറി ആയിരുന്നത് നമ്മുടെ കച്ചിമോൻ സമുദായത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ഒരാളുണ്ടായിരുന്നു, ഈസ അഹമ്മദ് സേഖ്. സംസ്കാരവും പൈതൃകവും നാഗരികതയെ സമ്പന്നമാക്കുന്ന ഘടകങ്ങളാണ്. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക ഭൂമികകൾ നമുക്കുണ്ട്. നമ്മുടെ നാടിനെ, അതിൻ്റെ പാരമ്പര്യത്തെ, അതിൻ്റെ സവിശേഷതകളെ സമ്പന്നമാക്കിയ ഈ സാംസ്കാരിക വൈവിധ്യങ്ങളിലേക്കുള്ള യാത്രയാണ് സാംസ്കാരിക സഞ്ചാരം. കൊച്ചി മട്ടാഞ്ചേരിയിലെ കച്ചിമേമൻ സമൂഹം കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് വൈവിധ്യമാർന്ന സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന കച്ചിമേമൻ സമൂഹം നൽകിയ ഒരു സംഭാവനയാണ് മട്ടാഞ്ചേരിയിലെ ഇക്ബാൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികൾ ഒന്നുകൂടിയാണ് ഇക്ബാൽ ലൈബ്രറി. 1936 സ്ഥാപിച്ച ഈ ലൈബ്രറി ഇന്നും നിലനിൽക്കുന്നു എന്നത് സവിശേഷമായി ആ ലൈബ്രറിയോടുള്ള, ആ ലൈബ്രറി സംവിധാനത്തെ കൊണ്ട് നടത്തുന്ന കച്ചിമേമൻ സമുദായം ഉൾപ്പെടെയുള്ള അതിൻ്റെ സംഘാടകരുടെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ അപൂർവങ്ങളായ വ്യത്യസ്ത പുസ്തകങ്ങൾ നമുക്ക് ഇനിയും പലപ്പോഴും ഇപ്പോൾ കൈമോശം വന്നു പോയേക്കാവുന്ന തരത്തിലുള്ള ഉറുദു ഭാഷയിലും പാർസി ഭാഷയിലും ഗുജറാത്തി ഭാഷയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഉൾപ്പെടെയുള്ള വ്യത്യസ്ത 6 ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ് എന്നതാണ് ഈ ലൈബ്രറിയെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ഉള്ള പല പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും പാർസി ഭാഷയിലും അതുപോലെ തന്നെ ഗുജറാത്തി ഭാഷയിലും ഉറുദുവിലുമുള്ള പല പുസ്തകങ്ങളും ഒരുപക്ഷെ വായനാ പ്രേമികൾക്ക്, അതുപോലെ തന്നെ ചരിത്ര കുതുകികൾക്ക്, അന്വേഷകർക്ക് വലിയ തരത്തിൽ സഹായകമാകുന്ന പുസ്തകങ്ങളാണെന്ന് പറയേണ്ടി വരും. ആ പുസ്തകങ്ങളിൽ പലതും ഇപ്പോൾ പ്രിൻ്റ് ലഭ്യമല്ലാത്ത തരത്തിലുള്ള പഴയ 1936 മുതലുള്ള പലതരത്തിലുള്ള ലോകപ്രസിദ്ധമായ പല പുസ്തകങ്ങളും ഈ വിവിധ ഭാഷകളിലുള്ളത് ഇവിടെ ലഭ്യമാണ്. ആ അർത്ഥത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം ഇക്ബാൽ ലൈബ്രറിക്കുണ്ട്. ഇക്ബാൽ ലൈബ്രറിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നാം പോകുന്നത്. നമ്മുടെ ഈ ലൈബ്രറി തുടങ്ങിയത് 1936-ലാണ്. അന്ന് എനിക്ക് നമ്മുടെ ഗ്രന്ഥശാല, കേരള ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളൊക്കെ വന്നത് 45-47 കാലങ്ങളിൽ തുടങ്ങിയത്. പക്ഷേ അതിനേക്കാൾ മുൻപ് നമുക്കിവിടെ കൊച്ചിയിൽ ലൈബ്രറി ഉണ്ടായിരുന്നു. 1936 കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈബ്രറി ആയിരുന്നു. ഒരു ഓർഡറിലായിരുന്നില്ല പുസ്തകങ്ങളൊക്കെ വെച്ച്, കാരണം അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലത്ത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കോഹ എന്ന് പറഞ്ഞ ലൈബ്രറി പ്രോഗ്രാം ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ലൈബ്രറി കംപ്ലീറ്റ് ആഡ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ നമ്മൾ കണക്കനുസരിച്ചിട്ട് 18,000 പുസ്തകങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ലെഡ്ജർ അനുസരിച്ച് നമുക്കൊരു 22,000 പുസ്തകങ്ങളുണ്ട്. ബാക്കി 4,000 പുസ്തകം കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഈ കോഹ വെച്ചുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ലൈബ്രറി ആയിട്ട് കണക്ട് ആവാൻ പറ്റും. ഈ സെയിം വേറെ ലൈബ്രറി ഇട്ടിട്ടുണ്ടെങ്കിൽ അവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവരുടെ പുസ്തകം നമുക്കും നമ്മുടെ പുസ്തകം അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും, ഇല്ലാത്ത പുസ്തകങ്ങൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങാനും ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാനൊക്കെ സാധിക്കും. ലൈബ്രറിയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1936 തുടങ്ങിയപ്പോൾ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നത് ഹാജി കാസിം കൊച്ചിൻവാല എന്ന് പറഞ്ഞിട്ട്, ഹാജി ഇബ്രാഹിം കൊച്ചിൻവാല. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നത് നമ്മുടെ കച്ചിമോൻ സമുദായത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ഒരാളുണ്ടായിരുന്നു, ഈസ അഹമ്മദ് സേഖ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സെക്രട്ടറിയുമായിട്ടാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഒരുപാട് കാലം നല്ല സുന്ദരമായി നടന്നുകൊണ്ട് പോയിരുന്നതാണ്. ഇടയ്ക്ക് ഇത്തിരി പ്രോബ്ലമൊക്കെ വന്ന് വരുമ്പോൾ ആൾക്കാർ കൊണ്ടു നടക്കാനുള്ള ആൾക്കാരുടെ കുറവ് കൊണ്ടിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ കച്ചിമേമൻ അസോസിയേഷൻ ഇത് ഒക്കെ അവരുടെ അണ്ടറിൽ കൊണ്ടുവന്നു. അതിൻ്റെ അണ്ടർ കൊണ്ടുവന്ന് പിന്നെ അവർ സുഖമായിട്ട്, അപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയായിരിക്കും ഹാജി ഈ അബ്ദുല്ല ഹാജി, പിന്നെ ലീഗിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിരുന്നു തോന്നുന്നത് അദ്ദേഹം, പിന്നെ നമ്മുടെ സാലിഹ് മുഹമ്മദ് ഇബ്രാഹിം സേഖ് ex-MP, രാജ്യസഭ MP ആയിരുന്നു. ഇവരെല്ലാം കൂടിയായിരുന്നു ഈ ലൈബ്രറി നടത്തിയിരുന്നത്. ഇത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒറിജിനൽ ബിൽഡിംഗ് ഇവിടെ സൈഡിലുണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. കാരണം പിന്നെ
ഈ ഇത് കച്ചിമൺ അസോസിയേഷൻ്റെ സ്ഥലമാണ്. ഇത് അവർ നമുക്ക് തന്നു, ലൈബ്രറി ഇവിടെ നടത്തിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. ഇപ്പം ഇന്നും കൊച്ചിയിലെ, കേരളത്തിലെ ഈ നമ്മുടെ കൊച്ചി താലൂക്കിലെ ലൈബ്രറികളിൽ ഏറ്റവും 10 ലൈബ്രറിയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലുത് നമ്മുടെ ലൈബ്രറിയാണ്. നമുക്ക് പിന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ സഹായങ്ങളും ഗ്രാൻഡും, അത് എ ഗ്രേഡ് ലൈബ്രറിയാണ്. എ ഗ്രേഡ് ലൈബ്രറിയുടെ ഗ്രാൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാ വർഷവും കിട്ടുന്നു. പുസ്തകം വാങ്ങാനും മറ്റുള്ള ഓരോ പരിപാടിക്ക് വേണ്ടിയും, മന്ത്ലി പ്രോഗ്രാം, അങ്ങനെ പല പരിപാടികൾക്ക് വേണ്ടിയിട്ട് ലൈബ്രറി നമുക്ക് ഗ്രാൻഡും തരുന്നുണ്ട്. പിന്നെ കച്ചിമൺ അസോസിയേഷൻ്റെ സഹായവും കിട്ടുന്നു. അങ്ങനെ ലൈബ്രറി നടന്നുകൊണ്ട് പോകുന്നത്. ലൈബ്രറിയിൽ ഇപ്പോൾ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് മെമ്പേഴ്സായിട്ടുള്ളത്. നമുക്കൊരു വനിതാ സെക്ഷൻ ഉണ്ട്, ഇക്ബാൽ ലൈബ്രറി വനിതാ സെക്ഷൻ. വളരെ നന്നായി നടക്കുകയാണ്. ആ വനിതാ സെക്ഷൻ്റെ പ്രോഗ്രാംസൊക്കെ ഇവിടെ നടത്താറുണ്ട്, അവർ പങ്കെടുക്കാറുണ്ട്. പിന്നെ സ്റ്റുഡൻസ്, പിന്നെ PhD ചെയ്യുന്ന ഒരുപാട് പിള്ളേർ റെഫറൻസിനായിട്ട് ഇവിടെ വരാറുണ്ട്. അവരുടെ ലോഡ്ജ് എടുത്ത് താമസിക്കും. നമ്മുടെ റെഫറൻസ് ബുക്ക് ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ആ പുസ്തകങ്ങൾ നോക്കാനും പഴയ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാനൊക്കെ ഇവിടെ വന്ന് 3-4 ദിവസങ്ങൾ ലോഡ്ജ് എടുത്ത് താമസിച്ച് ഇവിടെ വന്ന് ചെയ്തു പോകാറുണ്ട്. പിന്നെ ഏറ്റവും നല്ല രസം എന്ന് പറയുന്നത്, അത് ആക്സിഡൻ്റലി സംഭവിച്ചു പോകുന്നതാണ്. കൊച്ചി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവരുടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അധികവും ഈ ഫോറിനേഴ്സ് ആരെങ്കിലും ചിലപ്പോൾ ഇതിൽ നടന്നു പോകുമ്പോൾ അവർ ലൈബ്രറിയുടെ പേര് കണ്ടത് ഇക്ബാൽ ലൈബ്രറിയായിട്ട് അറിഞ്ഞുകൊണ്ടല്ല, അവർ ലൈബ്രറി കാണുമ്പോൾ മിക്കവാറും കയറി വരും. ഇതിനകത്ത് കയറി വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അത്ഭുതം. അവർ പറയാറുണ്ട്, ഇവിടെ ഒരു കളക്ഷൻ ഇരിപ്പുണ്ട് ബുക്ക് തന്നെ, ഇത്ര നല്ല കളക്ഷൻസ് ബുക്ക് നിങ്ങളതിലുണ്ടോ? കാരണം ഞങ്ങളൊക്കെ സ്റ്റേറ്റ്സിലും UK യിലും ഫിൻലാൻഡിലും ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ കാണുന്ന പുസ്തകങ്ങളും അവിടെ നമ്മൾ ഇതാക്കുന്ന പുസ്തകം അതൊക്കെ നിങ്ങളുടെ കയ്യിലൂടെ ഉണ്ടല്ലോ. നമ്മൾ അതിനേക്കാൾ 100 വർഷം 150 വർഷം പഴക്കമുള്ള പുസ്തകം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ UK യിൽ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പബ്ലിഷ് ചെയ്ത 100 വർഷം 150 വർഷം മുമ്പുള്ള പുസ്തകം ഞാൻ അടുത്ത് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കൊച്ചിയിൽ എനിക്ക് തോന്നുന്ന ഏക ലൈബ്രറിയാണ്, ഉറുദു ബുക്സുള്ള ഏക ലൈബ്രറി നമ്മുടേതാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ മലയാളം പുസ്തകങ്ങളാണ് ഉള്ളത്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ ഉറുദു, പിന്നെ ഗുജറാത്തി ഉണ്ട്, തമിഴുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ജയിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, സബ് ജയിലായിട്ട്. അത് അവിടുത്തെ നല്ലൊരു ജയിലറുണ്ട്, രാജീവ്. അദ്ദേഹം വിളിച്ചിട്ടൊരിക്കൽ പറഞ്ഞു ഞങ്ങളോട്, നമുക്ക് നിങ്ങളുടെ ലൈബ്രറിയായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ജയിൽ പുള്ളികൾക്ക് വായിക്കാൻ വേണ്ടി പുസ്തകം തന്നുകൂടെയെന്ന് ചോദിച്ചു. അത് ഞങ്ങളിപ്പോൾ എല്ലാ മാസവും കുറേ പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കും. അവർ വായിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യും. പിന്നെ വേറെ പുസ്തകങ്ങൾ ഞങ്ങൾ കൊടുക്കും. നല്ലൊരു അവർക്കും ജയിലിലുള്ളവർക്കും വായിക്കാൻ വേണ്ടിയൊരു അവസ്ഥ, ഇത് സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലൈബ്രറി നടന്നു പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പണ്ടത്തെ പോലെ വായന കുറഞ്ഞിരിക്കുകയാണ് ഈ കാലത്ത്. എങ്കിലും നമുക്ക് മോശമില്ലാത്ത മെമ്പേഴ്സ് ഉണ്ട്. അധികം ഞാൻ പറഞ്ഞ പോലെ സ്റ്റുഡൻസാണ് ഉള്ളത്. സ്റ്റുഡൻസിന് പറ്റിയൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ വന്നിരിക്കും, വൈകുന്നേരം വന്നിരിക്കും. പിന്നെ ആർക്കെങ്കിലും പഠിക്കാൻ സൗകര്യം ചിലർ ഈ ഏരിയയിലുള്ളവരൊക്കെ പഠിക്കാൻ വീട്ടിൽ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങളിവിടെ സൗകര്യം ചെയ്ത് കൊടുക്കുമായിരുന്നു. അവരിവിടെ വന്നിരുന്നുകൊണ്ട് പഠിക്കൽ. ഇപ്പോൾ ഇവിടെ 2 പിള്ളേർ വരാറുണ്ട് എപ്പോഴും. അധികം ലേഡീസാണ് വരുന്നത്. അവർ വന്നിരുന്ന് ഇവിടെ പഠിക്കും വൈകുന്നേരങ്ങളിൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് കുറേ കമ്പ്യൂട്ടേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന അത്ര തന്നെ. ഇതൊക്കെയാണ് ലൈബ്രറിയെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇന്ന് കൊച്ചിയല്ല കേരളത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ ലൈബ്രറി 1936 ലൈബ്രറി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്രയധികം പുസ്തകങ്ങളുള്ള ലൈബ്രറി ഉണ്ടോയെന്ന് അറിയില്ല. നന്നായി നടന്നു പോകുന്നു. ഇത്രയും ലൈബ്രറിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.